Dear students, welcome to mathematics class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയത് 2 equations എന്നുള്ള ഭാഗമാണ് പേജ് 36 ലെ. അതിൽ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തു. ഇനി അടുത്ത എക്സസൈസിലേക്ക് എത്തുന്നതിന് മുമ്പ് രണ്ട് എക്സാമ്പിൾസ് കൂടിയുണ്ട്. അതിൽ പേജ് 37 എക്സാമ്പിളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The price of 3 pencils and 4 pens is 26 rupees. And for 6 pencils and 3 pens, it is 27 rupees. What is the price of each? Okay, പെൻസിലും പേനയുമാണുള്ളത്. അതിൽ 3 പെൻസിലും 4 പേനയും കൂടെ വാങ്ങിയപ്പം 26 രൂപയും 6 പെൻസിലും 3 പേനയും വാങ്ങിയപ്പോൾ 27 രൂപയുമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? അങ്ങനെയാണെങ്കിൽ ഒരു പെൻസിലിൻ്റെ പ്രൈസ് എത്രയാണ്, ഒരു പേനയുടെ പ്രൈസ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഒന്ന് എക്സ് എന്നും മറ്റത് വൈ എന്ന് എടുക്കുന്നു. സോ പ്രൈസ് ഓഫ് എ പെൻസിൽ is equal to x and price of a pen is equal to y. ഇക്വേഷനിൽ പറയുന്നത് 3 pencils and 4 pens 26 rupees. അപ്പോൾ 3x is the price of 3 pencil plus 4 pens, so 4y is equal to 26 എന്ന് ഒരു ഇക്വേഷൻ കിട്ടുന്നു. രണ്ടാമത് 6 പെൻസിൽസ് ആൻഡ് 3 പെൻസ്. ഓക്കെ, അപ്പോൾ 6 പെൻസിൽസ് 6x പ്ലസ് 3 പെൻസ് 3y ഈസ് ഈക്വൽ ടു 27 rupees. അപ്പോൾ ഹിയർ x is the price of 1 pencil, therefore 3x is the price of 3 pencils. Like that, y is the price of 1 pen, therefore 4y is the price of 4 pens. Okay, this is the price of 6 pencils, this is the price of 3 pens. Okay, and this is equation number 1 and this one is equation number 2. ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ചെയ്തപ്പോൾ രണ്ട് ഇക്വേഷൻസ് വന്നിരുന്നു. ആ രണ്ട് ഇക്വേഷൻസിലും എക്സ് ടേംസ് ഈക്വൽ ആയിരുന്നു. ആദ്യത്തെ ഇക്വേഷനിലെയും രണ്ടാമത്തെ ഇക്വേഷനിലെയും എക്സ് ടേംസ് ഈക്വൽ ആയിരുന്നു. അതുകൊണ്ട് ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പം ആ എക്സ് ടേം ഇല്ലാതായി. എക്സ് ടേം ഇല്ലാതെ വെറും വൈ മാത്രമുള്ള ഒരു ഇക്വേഷൻ കിട്ടി. അതിൽ നിന്ന് നമ്മൾ വൈൻ്റെ വാല്യൂ കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇവിടെ 3x 6x, അപ്പോൾ എക്സുകൾ രണ്ടും ഈക്വൽ അല്ല. 4y 3y, ഇവിടെ വൈകളും ഈക്വൽ അല്ല. അങ്ങനെ വന്നാൽ നമ്മൾ ഏതെങ്കിലും ഒന്നിനെ ഈക്വൽ ആക്കണം. ആ ഈക്വൽ ആക്കാൻ ഒരു സ്യൂട്ടബിൾ നമ്പർ കൊണ്ട് നമ്മളൊരു ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് 6x ആൻഡ് 6x ഇവിടെ 3x. ഈ 3xൻ്റെ ഡബിളാണ് 6x. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3xനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 6x ആയി മാറും. അപ്പോൾ 6x എന്ന് വരും, രണ്ടും ഈക്വലായി വരും. അപ്പോൾ ഈ 3xനെ മാത്രം നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒരു ഇക്വേഷനിലുള്ള ഒരു ടേമാണ് 3x. അപ്പോൾ ഒരു ഇക്വേഷനിൽ ഒരു ടേമിനെ മാത്രം ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. ആ ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനിലെ എല്ലാ ടേംസിനെയും എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെന്ന് കിട്ടുന്ന ഇക്വേഷൻ ദാറ്റ് വിൽ ബി എ ന്യൂ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി കിട്ടുന്നത് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ആയിരിക്കും. ആ ഇക്വേഷൻ നമ്പർ 3 അല്ലെങ്കിൽ തേർഡ് ഇക്വേഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 × 3x ദാറ്റ് ഈസ് 6x, 2 × 4y 8y, 2 × 26 52 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ന്യൂ ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ സെക്കൻഡ് ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, 6x 3y 8y 27 52 ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എക്സുകൾ ഈക്വലായി. അതുകൊണ്ട് ഇനി നമുക്ക് ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റൊരു ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സെക്കൻഡ് ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷനിൽ ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 6x - 6x അപ്പോൾ അത് 0 ആയി പോകും. പിന്നെ നമുക്ക് y മാത്രമുള്ള ഇക്വേഷൻ കിട്ടും. അവിടെ നമുക്ക് yൻ്റെ വാല്യൂ കണ്ടെത്താം. ആ കിട്ടിയ വാല്യൂ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിലോ രണ്ടാമത്തെ ഇക്വേഷനിലോ മൂന്നാമത്തെ ഇക്വേഷനിലോ ഏതെങ്കിലും ഒരു ഇക്വേഷനിലെ yൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ എക്സും വൈയും കിട്ടും. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ
സെക്കൻഡ് ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ തേർഡിൽ നിന്ന് സെക്കൻഡ് സബ്ട്രാക്ട് ചെയ്യുകയാണോ വേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ സബ്ട്രാക്ട് ചെയ്താലും ആൻസർ ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ 8y ഉണ്ട്, ഇവിടെ 3y ഉള്ളൂ. ഇവിടെ 52 ഉണ്ട്, ഇവിടെ 27 ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ദിസ്. ദർഫോർ ഫ്രം തേർഡ് ഇക്വേഷൻ വി ക്യാൻ സബ്ട്രാക്ട് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ തേർഡ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ. തേർഡ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ 6x മൈനസ് 6x 0, 8y മൈനസ് 3y ദാറ്റ്സ് ഈക്വൽ ടു 5y, 52 minus 27 that's equal to 25. Therefore y is equal to 25 minus 5 that is equal to 5. അപ്പോൾ നമുക്ക് yൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് x കിട്ടണം. അപ്പോൾ x കിട്ടണമെങ്കിൽ ഇതിലെ എക്സും വൈയും ഇതിലെ എക്സും വൈയും ഇതിലെ എക്സും വൈയും ഒക്കെ സെയിം എക്സും വൈ ആണ്. ഓക്കെ, എല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൈസ് ഓഫ് പെൻസിൽ ആൻഡ് പ്രൈസ് ഓഫ് പെന്നാണ്. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും നമുക്ക് ഈ വൈൻ്റെ വാല്യൂ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ എടുക്കുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് x is equal to y is equal to 5 ഏതിൽ? ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എഴുതുന്നു 3x plus 4y is equal to 26. എന്നിട്ട് അവിടെ എന്താണ്? x is equal to നമുക്ക് y കിട്ടി. y is equal to എത്ര കിട്ടി? 5. ആ 5 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3x plus 4 into 5 is equal to 26. അപ്പോൾ 4 into 5 is 20. ഓക്കെ, അപ്പോൾ 3x plus 20 എന്ന് കിട്ടും is equal to 26. അപ്പോൾ ഈ 26ൽ നിന്ന് 20 മൈനസ് ചെയ്യുന്നു, എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, then you will get x. ഓക്കെ, ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ എഴുതാം, അത് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 3x plus 20 is equal to 26. അപ്പോൾ ഈ 26ൽ നിന്ന് 20 മൈനസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, then you will get what? x. 26 minus 20 is equal to 6, so 6 by 3 that's equal to 2. അപ്പോൾ x is equal to 2 എന്ന് കിട്ടി. ഓക്കെ, നേരത്തെ y is equal to 5 കിട്ടി. വാട്ട് ഈസ് x? x is the price of pencil. അപ്പോൾ price of pencil is equal to 2 rupees and price of pen അതാണ് y, that's equal to rupees 5. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പേനയുടെ പ്രൈസും പെൻസിലിൻ്റെ പ്രൈസും കണ്ടെത്താൻ കഴിയും. ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 37. അപ്പോൾ 37ാമത്തെ പേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. അടുത്തത് പേജ് 39 ഏകദേശം മിഡിലായിട്ട് യു ക്യാൻ സി വൺ എക്സാമ്പിൾ. ദാറ്റ് ഈസ് 5 small buckets and 2 large buckets of water make 20 liters. 2 small buckets and 3 large buckets make only 19 liters. How much water can each bucket hold? എന്നുള്ള ഒരു ചോദ്യമാണ്. അതായത് സ്മോൾ ബക്കറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ലാർജ് ബക്കറ്റ്സും ഉണ്ട്. സ്മോൾ ബക്കറ്റ്സിൽ 5 എണ്ണത്തിൽ കൊള്ളുന്ന വെള്ളവും, അതേപോലെ തന്നെ വലിയ ബക്കറ്റിൽ ലാർജ് ബക്കറ്റിൽ 2 എണ്ണത്തിൽ കൊള്ളുന്ന വെള്ളവും, ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നാൽ എത്ര ലിറ്റർ ആവും? 20 ലിറ്റേഴ്സ് ആവും. അതേപോലെ തന്നെ 2 സ്മോൾ ബക്കറ്റ്സ് ആൻഡ് 3 ലാർജ് ബക്കറ്റ്സ് മേക്ക് ഓൺലി 19 ലിറ്റേഴ്സ്. അപ്പോൾ ഹൗ മച്ച് വാട്ടർ ക്യാൻ ഈച്ച് ബക്കറ്റ് ഹോൾഡ്? അങ്ങനെയാണെങ്കിൽ ഓരോ ബക്കറ്റിലും എത്രമാത്രം ലിറ്റേഴ്സ് ഓഫ് വാട്ടർ കൊള്ളും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഒരു ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവിനെ, ഇപ്പോൾ സ്മോൾ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവിനെ എക്സ് കൊണ്ടും, വലിയ ലാർജ് ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവിനെ നമ്മൾ y കൊണ്ടും ഡിനോട്ട് ചെയ്ത് അതിനുശേഷം നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്ത് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സും വൈയും കാണും. ദാറ്റ് മീൻസ് എന്താണ്? ഓരോ ബക്കറ്റിലും കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എത്ര ലിറ്റർ ആണെന്ന് കണ്ടെത്തും.
അപ്പോൾ അത് പേജ് 39 എക്സാമ്പിളാണ്. എക്സാമ്പിൾ പേജ് 39. ഓക്കെ, നമ്മൾ ഒരു ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവിനെ നമുക്ക് ആ ബക്കറ്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റി ഓഫ് സ്മോൾ ബക്കറ്റ്, കപ്പാസിറ്റി ഓഫ് സ്മോൾ ബക്കറ്റ്, അത് is equal to x, and capacity of a large bucket is equal to y എന്ന് എടുക്കും. ഇനി ആ ക്വസ്റ്റ്യനിലുള്ള സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ച് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യണം. 5 സ്മോൾ ബക്കറ്റ്സ് ആൻഡ് 2 ലാർജ് ബക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ 5 സ്മോൾ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 5x ആയിരിക്കും. ഓക്കെ, സോ 5x. ദെൻ 2 ലാർജ് ബക്കറ്റ്സ്, സോ 2y, ദാറ്റ്സ് ഈക്വൽ ടു 20 liters, so 20. Then second equation is 2 small buckets, so 2x, plus 3 large buckets, so 3y, that's equal to 19 liters. അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് രണ്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ഇക്വേഷൻസ് എഴുതിയപ്പോൾ. ഏറ്റവും ആദ്യത്തെ, അതായത് ഇപ്പം രണ്ട് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ്. ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു, ഒന്ന് ഇപ്പം തൊട്ട് മുമ്പേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് മൂന്നാമത്തത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തതിൽ നമ്മൾ ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എന്തായിരുന്നു, അവിടെ 2x plus 3y is equal to 40 ഇങ്ങനെയായിരുന്നു വന്നിരുന്നത്. 2x plus 3y is equal to 40, പിന്നെ 2x plus 5y is equal to 60 ഇങ്ങനെയായിരുന്നു എക്സാമ്പിൾ 1-ലുള്ളത്. അപ്പോൾ അവിടെ എക്വേഷൻസ് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ഈക്വലായിരുന്നു, എക്സ് ടേംസ് രണ്ടിലും ഈക്വലായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒന്നും ഈക്വൽ ആക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഒരു ഇക്വേഷൻ മറ്റേ ഇക്വേഷന് മൈനസ് ചെയ്തിട്ട് നേരിട്ട് നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടെത്തി പിന്നെ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തിയാൽ മതിയായിരുന്നു. ഈ രണ്ടാമത്തെ എക്സാമ്പിളിലോ ഇപ്പം നേരത്തെ ചെയ്തതിൽ നമ്മൾ കണ്ടു 3x-ഉം മറ്റതിൽ 6x ആയിരുന്നു തുടക്കത്തിൽ, അല്ലേ? അപ്പോൾ ഇതുപോലെ ഈക്വൽ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അത് 6x ആയി. അപ്പോൾ ആ ഇക്വേഷനെ ത്രൂ ഔട്ട് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ എക്സുകൾ ഈക്വലാക്കി. അതായിരുന്നു അവിടെ ചെയ്തത്. രണ്ടും നമ്മളെ വ്യത്യാസം മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തേലേക്ക് വന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് മൂന്നാമത്തേത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ വരുന്നതിനനുസരിച്ച് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർഗം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ എക്സുകൾ ഈക്വൽ അല്ല, 5x 2x ഈക്വൽ അല്ല, 2y 3y വൈയും ഈക്വൽ അല്ല. ഏതെങ്കിലും ഒന്ന് ഈക്വൽ ആയാൽ മതി, എക്സ് തന്നെ ഈക്വൽ ആവണമെന്നില്ല. പക്ഷേ ആദ്യത്തേതിൽ എക്സ് ഈക്വൽ ആയിരുന്നു, രണ്ടാമതിൽ നമ്മൾ എക്സ് ഈക്വൽ ആക്കി. വേണമെങ്കിൽ അവിടെ വൈ ഈക്വൽ ആക്കാം, അങ്ങനെയും ചെയ്യാം. പക്ഷേ അവിടെ എക്സ് ഈക്വൽ ആക്കലായിരുന്നു എളുപ്പം, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഈക്വൽ അല്ല, വൈ ഈക്വൽ അല്ല. മാത്രമല്ല ഈ രണ്ടിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 5 കിട്ടില്ല. ഓക്കെ, രണ്ടിനെ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അങ്ങനെ 2.5 അല്ല, ഡെസിമൽ നമ്പർ അല്ലാത്ത ഒരു ഹോൾ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടില്ല, 5 കിട്ടില്ല. അതുപോലെ 5നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടില്ല. എപ്പോഴും സ്മോളറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ലാർജർ കിട്ടുക. ഓക്കെ, ഇവിടെ 3 ആണ് വലുത്. അപ്പോൾ 2നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടില്ല, ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ല. അപ്പോൾ ഇവിടെ എക്സിനെ ഈക്വൽ ആക്കാൻ അല്ലെങ്കിൽ വൈനെ ഈക്വൽ ആക്കാൻ തൊട്ട് മുമ്പത്തതിൽ ചെയ്ത പോലെ ചെയ്താൽ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ചെയ്യേണ്ടത് പല മാർഗ്ഗങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്, ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയാം. ഓക്കെ, എക്സിൻ്റെ കൂടെയുള്ള നമ്പർ 2, ദിസ് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആൻഡ് ഹിയർ 5 ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 5 കൊണ്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ 2 കൊണ്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സുകൾ ഈക്വലായി വരും. അപ്പോൾ പുതുതായിട്ട് 2 ഇക്വേഷൻസ് കിട്ടും. ആ 2 ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ഇക്വേഷൻ 4 എന്ന് വിളിക്കും. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്തിട്ടാണ് ആൻസറിലേക്ക് പോകാം.
എക്സ് ഈക്വൽ ആക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം. ഇനി ഒരാൾ വിചാരിക്കുകയാണ് എക്സ് ഞാൻ ഈക്വൽ ആക്കുന്നില്ല, എനിക്ക് വൈ ആണ് ഈക്വൽ ആക്കേണ്ടത്, അങ്ങനെയാണെങ്കിലും ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വൈൻ്റെ കോഫിഷ്യൻ്റ് 2 ആണ്, അതിനെ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ വൈൻ്റെ കോഫിഷ്യൻ്റ് 3 ആണ്, അതിനെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് 2 കൊണ്ട് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ പുതിയ 2 ഇക്വേഷൻസ് കിട്ടും, ഇക്വേഷൻസ് 3 and 4. Then solving those 2 equations to find what x and y. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ ഞാൻ എക്സ് ആണ് ഈക്വൽ ആക്കുന്നത് ഇവിടെയും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് വാട്ട്? 2 × 5 10. അപ്പോൾ 10x, 2 × 2 4, 4y, 2 × 20 40. ദിസ് ഈസ് ഇക്വേഷൻ 3. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 5 കൊണ്ടാണ്. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 2 10, 10x, 5 × 3 15y, 5 × 19 95. ദിസ് ഈസ് ഇക്വേഷൻ 4. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എക്സുകൾ ഈക്വലാണ്. അപ്പോൾ 3-ൽ നിന്ന് 4, തേർഡ് ഇക്വേഷനിൽ നിന്ന് ഫോർത്ത് ഇക്വേഷൻ, അല്ലെങ്കിൽ ഫോർത്ത് ഇക്വേഷനിൽ നിന്ന് തേർഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 15 ഉണ്ട്, ഇവിടെ 4 ഉള്ളൂ, ഇവിടെ 95 ഉണ്ട്, ഇവിടെ 40 ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇക്വേഷൻ 4-ൽ നിന്ന് ഇക്വേഷൻ 3 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3 അങ്ങനെ സബ്ട്രാക്ട് ചെയ്താൽ വിൽ ഗെറ്റ് വാട്ട്? 10x minus 10x 0, 15 minus 4 is 11. So 11y, 95 minus 40 is equal to 55. So 11y is equal to 55 and y is equal to 55 by 11, that is equal to 5 net. അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടി. y is equal to 5 എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് y? കപ്പാസിറ്റി ഓഫ് ലാർജ് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ബക്കറ്റിൽ എത്ര ലിറ്റർ കൊള്ളും? 5 ലിറ്റർ കൊള്ളും എന്ന് മനസ്സിലായി. ഇനി നമുക്ക് y is equal to 5 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 1-ലോ 2-ലോ 3-ലോ 4-ലോ എവിടെ വേണമെങ്കിലും കൊടുക്കാം. എവിടെ കൊടുത്താലും വിൽ ഗെറ്റ് എ വാല്യൂ ഫോർ എക്സ് ആൻഡ് ദാറ്റ് വാല്യൂ ഓഫ് ഫോർ എക്സ് വിൽ ബി സെയിം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇക്വേഷനിൽ തന്നെ കൊടുക്കുന്നു. ഏതാ കൊടുക്കുന്നു? y is equal to 5. ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? 5x പ്ലസ് 2y is equal to 20 ആണ്. അപ്പോൾ അവിടെ 5x പ്ലസ് 2 ഇൻറ്റു 5, ഈ 5 is equal to 20 and this is 10. okay, 10. ഇവിടെ 5x that's equal to 20. ഇനി ഈ 20-ൽ നിന്ന് 10 മൈനസ് ചെയ്യുന്നു, എന്നിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. then you will get what? x. 20 minus 10 is equal to 10. 10 by 5 is equal to 2 എന്ന് കിട്ടി. അപ്പോൾ ചെറിയ ബക്കറ്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ലിറ്റർ ആണ്. വലിയ ബക്കറ്റിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 5 ലിറ്റേഴ്സ് ആണ്. ഓക്കെ, സോ കപ്പാസിറ്റി ഓഫ് small bucket is equal to 2 liter and capacity of large bucket is equal to 5 liter എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് അത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 കേസസ് പറഞ്ഞു. ഒന്നാമത്തെ എക്സാമ്പിളിൽ എക്സുകൾ ഓൾറെഡി ഈക്വൽ ആയിരുന്നു, നമുക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. രണ്ടാമത്തേതിൽ ഈക്വൽ ആയിരുന്നില്ല, പക്ഷേ ഒരു ഇക്വേഷനിൽ എക്സിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു ഇക്വേഷനിൽ എക്സിന് ഈക്വലായി മാറുമായിരുന്നു. അതുകൊണ്ട് ആ ഇക്വേഷനെ മാത്രം നമ്മൾ സ്യൂട്ടബിൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൂന്നാമത്തെ എക്സാമ്പിളിൽ അങ്ങനെയുമല്ല, ഒരു ഇക്വേഷനിലെ എക്സിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റേ ഇക്വേഷനിൽ എക്സിന് ഈക്വൽ ആവില്ല, വൈയെ മൾട്ടിപ്ലൈ ചെയ്താലും മറ്റേ ഇക്വേഷനിൽ വൈക്ക് ഈക്വൽ ആവില്ല. അങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനെയും അല്ലെങ്കിൽ മറ്റേ ഇക്വേഷനെ, അതേപോലെ തന്നെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സുകൾ ഈക്വൽ ആക്കുന്നു. എക്സുകൾ തന്നെ ഈക്വൽ ആക്കണമെന്നില്ല, വൈ വേണമെങ്കിലും ഈക്വൽ ആക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നൗ വി ഗോട്ട് ദ കപ്പാസിറ്റി ഓഫ് സ്മോൾ ബക്കറ്റ്. ദാറ്റ് മീൻസ് small bucket can hold how many liters? 2 liters. Okay, and large bucket can hold how much water? 5 liters of water.
ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് കഴിഞ്ഞു. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു എക്സസൈസ്. പേജ് 40 എക്സസൈസിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ 1 ആണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്. പേജ് 40 let's see. First question in page number 40. Raju bought 7 notebooks of 200 pages and 5 of 100 pages for 107 rupees. Joseph bought 5 notebooks of 200 pages and 7 of 100 pages for 97 rupees. What is the price of each kind of notebook? Okay. ഒരാൾ 200 രണ്ടുപേരും 200 പേജ് നോട്ട്ബുക്കും 100 പേജ് നോട്ട്ബുക്കാണ് വാങ്ങുന്നത്. ആദ്യത്തെ ആൾ രാജു 200 പേജിൻ്റെ 7 എണ്ണവും 100 പേജിൻ്റെ 5 എണ്ണവും വാങ്ങിക്കുന്നു. അങ്ങനെ 107 രൂപ ചിലവാകുന്നു. രണ്ടാമത്തെ ആൾ ജോസഫ് 200 പേജിൻ്റെ 5 എണ്ണവും അതേപോലെ തന്നെ 100 പേജിൻ്റെ 7 എണ്ണവും വാങ്ങിക്കുന്നു. 97 രൂപ കൊടുക്കുന്നു. ദെൻ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച് കൈൻഡ് ഓഫ് നോട്ട്ബുക്ക്? അങ്ങനെയാണെങ്കിൽ 200 പേജ് നോട്ട്ബുക്കിൻ്റെ പ്രൈസ് എന്ത്, അതേപോലെ തന്നെ 100 പേജ് നോട്ട്ബുക്കിൻ്റെ പ്രൈസ് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിച്ചതുകൊണ്ട് പ്രൈസ് ഓഫ് 200 പേജ് നോട്ട്ബുക്ക് ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് പ്രൈസ് ഓഫ് 100 പേജ് നോട്ട്ബുക്ക് ഈസ് ഈക്വൽ ടു വൈ എന്ന് എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാം. So price of 200 page notebook is equal to X and price of 100 page notebook is equal to Y. ഓക്കെ, അപ്പോൾ രാജു 7 200ഉം 5 100ഉമാണ്. ഓക്കെ, സോ വിൽ ഗെറ്റ് ദി ഇക്വേഷൻ 7x + 5y ഈസ് ഈക്വൽ ടു, അദ്ദേഹം കൊടുത്തത് എത്ര രൂപയാണ്? 107. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ആൾ ജോസഫ് വാങ്ങിക്കുന്നത് 5 200 പേജ് നോട്ട്ബുക്കും 700 പേജ് നോട്ട്ബുക്കാണ്. അപ്പോൾ 5x + 7y ഈസ് ഈക്വൽ ടു, അദ്ദേഹം കൊടുക്കുന്നത് എത്ര രൂപയാണ്? 97 റുപ്പീസാണ്. അപ്പോൾ ഇക്വേഷൻ 2. വി ഗോട്ട് 2 ഇക്വേഷൻസ് ഹിയർ. 7x എന്ന് പറഞ്ഞാൽ 7 200 പേജ് നോട്ട്ബുക്കിൻ്റെ ആകെ പ്രൈസാണ്. ഇത് അതുപോലെ 5 100 പേജ് നോട്ട്ബുക്കിൻ്റെ പ്രൈസാണ്. ടോട്ടൽ എത്ര? 107. അതേപോലെ തന്നെ ഇവിടെയും. അപ്പോൾ ഇവിടെ ഈ 5നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടില്ല, അല്ലെങ്കിൽ ഈ 5നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7 കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആസ് വി ഡിഡ് ഇൻ ദ പ്രീവിയസ് വൺ, കഴിഞ്ഞ എക്സാമ്പിൾ എന്താണോ ചെയ്തത് അതുപോലെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സ് തന്നെയാണ് ഇവിടെയും ഈക്വൽ ആക്കുന്നത്. എക്സ് ഈക്വൽ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് വൈ ഈക്വൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അപ്പോൾ ഇക്വേഷൻ വൈ ആണ് ഈക്വൽ ആക്കുന്നതെങ്കിൽ ഇവിടെ 7 കൊണ്ടും ഇവിടെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനെ 7 കൊണ്ടും ഇതിനെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഇക്വേഷൻ 1 ഇതിനെ 7 കൊണ്ട്, ഓക്കെ, ഇക്വേഷൻ 1 × 7. അപ്പോൾ എത്ര കിട്ടും? 7 × 7 49x + 7 × 5 35 is equal to 7 × 107 749 749. This is equation 3. പിന്നെ ഇക്വേഷൻ 2നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ഇതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ 2 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 5.
Okay, so equation number 2 into 5 is equal to 2 into 5 10, 10x, but 2 into 2 അല്ല 5 ഉണ്ട്. So 5 into 5 25, 25x, 5 into 7 35. Okay, ഇവിടെ y ഉണ്ട് 35y. Okay, ഇവിടെ 35y is equal to ഇതിനെ 5 ഉണ്ട് 5 into 7 35y, 5 into 5 25y, 25x, then 5 into 97, 5 into 7 35, then 3, 5 into 9 45, plus 3 48. This is equation number 4. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം y ഈക്വൽ ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഒരു ഇക്വേഷൻ തേർഡിൽ നിന്ന് 4 അല്ലെങ്കിൽ 4ൽ നിന്ന് തേർഡോ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്, വിൽ ഗെറ്റ് ദിസ് y0 ആയി പോകും, എക്സ് മാത്രം കിട്ടും. അപ്പോൾ ഇവിടെ 25നേക്കാൾ വലുതാണ് 49, 485നേക്കാൾ വലുതാണ് 749. അതുകൊണ്ട് നമുക്ക് തേർഡ് ഇക്വേഷൻ നിന്ന് ഫോർത്ത് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. സോ തേർഡ് ഇക്വേഷൻ മൈനസ് ഫോർത്ത് ഇക്വേഷൻ. അപ്പോൾ 49 മൈനസ് 25 ദാറ്റ്സ് ഈക്വൽ ടു 24 എന്നാണ്. 24. 49 minus 25 is equal to 24. ഇത് 0 ആയി. ആൻഡ് ഇവിടെ 9 minus 5 is equal to 4. Then 14 minus 8 is equal to 6. Then 6 minus 4 is equal to 2 എന്നാണ്. Okay. Here it is 24x. So 24x is equal to 264. This is 9, 14. This, okay. Then what is x? X is equal to 264 divided by 24. അപ്പോൾ ഈ 26നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 1. പിന്നെ അവിടെ റിമൈൻഡർ 2 ഉണ്ടാവും. ആ 2ഉം 4ഉം കൂടെ 24 ആയി. ആ 24നെ വീണ്ടും 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വിൽ ഗെറ്റ് 1. സോ എക്സ് ഈസ് ഈക്വൽ ടു 11 എന്ന് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 11. വാട്ട് ഈസ് എക്സ്? എക്സ് ഈസ് ദ പ്രൈസ് ഓഫ് 200 പേജ് നോട്ട്ബുക്ക്. ദാറ്റ് ഈസ് 11 rupees എന്ന് കിട്ടും. ഓക്കെ, 264നെ 24 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് 11 അല്ലേ കിട്ടുന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് വി വാണ്ട് വാട്ട്? വൈ കിട്ടണമെങ്കിൽ ഏത് ഇക്വേഷനിൽ വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതൊരു ഈ ഇക്വേഷനിൽ സെക്കൻഡ് ഇക്വേഷനിലാണ് ഞാൻ കൊടുക്കുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു 11. ഞാൻ എഴുതുന്ന ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ 5x പ്ലസ് 7y ഈസ് ഈക്വൽ ടു 97. അപ്പോൾ 5 ഇൻറ്റു 11 പ്ലസ് 7y is equal to 97. This is 55. 55 plus 7y is equal to 97. ഈ 55 97 മൈനസ് ചെയ്യുക. അപ്പോൾ 97 മൈനസ് 55. അപ്പോൾ ഇവിടെ 7y മാത്രമാവും. ആ 7yയിലെ y കിട്ടാൻ വേണ്ടി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 7 ദാറ്റ് ഈസ് ഈക്വൽ ടു y. സോ 97 മൈനസ് 55 ഈസ് ഈക്വൽ ടു എന്താണ്? 42 എന്ന് കിട്ടും. 42. സോ 42 by 7 ദാറ്റ്സ് ഈക്വൽ ടു 42 by 7 ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 6 എന്ന്. അപ്പോൾ y ഈസ് ഈക്വൽ ടു 6. വാട്ട് ഈസ് y? y ഈസ് ദ പ്രൈസ് ഓഫ് 100 പേജ് നോട്ട്ബുക്ക്. അപ്പോൾ പ്രൈസ് ഓഫ് 100 പേജ് നോട്ട്ബുക്ക് 6 rupeesഉം പ്രൈസ് ഓഫ് 200 പേജ് നോട്ട് എന്ന് പറയുന്നത് 11 rupeesുമാണെന്ന് നമുക്ക് മനസ്സിലായി. സോ വിൽ റൈറ്റ് പ്രൈസ് ഓഫ് 200 page notebook is equal to 11 rupees. Okay, 11 rupees, and the price of 100 page notebook is equal to 6 rupees. 6 rupees എന്ന് കിട്ടും. ഓക്കെ, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട്ബുക്കിൻ്റെ പ്രൈസസ് 200 പേജ് നോട്ട്ബുക്കിൻ്റെയും 100 പേജ് നോട്ട്ബുക്കിൻ്റെയും പ്രൈസസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. Next, there are 4 more questions, and those 4 questions we can discuss in the next class. Thank you for watching. See you next day.